പരുന്തുംപാറയിൽ സജിത് ജോസഫ് നടത്തി എന്നതാണ് റവന്യൂ വകുപ്പിന്റെ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാർ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ എന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. സത്യത്തിന്റെയും നീതിയുടെയും വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് വിശ്വാസികളെ പറ്റിക്കുന്ന ആത്മീയന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ജനങ്ങളെ പറ്റിക്കുന്ന ഒരാളാണ് സജിത് ജോസഫ് എന്ന സജിത് ബ്രദർ. അദ്ദേഹം ഇടുക്കിയിലെ പരുന്തുംപാറ എന്ന് പറയുന്ന സ്ഥലത്ത് അനധികൃതമായിട്ട് ഭൂമി കയ്യേറി. 3.31 ഏക്കർ ഭൂമിയാണ് പുള്ളിക്കാരൻ കയ്യേറിയതിന് ശേഷം പുള്ളിക്കാരൻ അവിടെ റിസോർട്ട് പണിയുന്നു. റിസോർട്ട് പണിത് കഴിഞ്ഞ് ഇത് ഒരു പ്രശ്നമാകുമെന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? അത് ധ്യാനമന്ദിരമാണെന്ന് പറഞ്ഞ് ചെറുകെ അങ്ങോട്ട് തടി തപ്പാനായിട്ട് നോക്കി. പക്ഷെങ്കിൽ എന്നിട്ടും വിടുന്നില്ല. ഇവിടെ ഇത് വിഷയമാണ് എന്ന് പറഞ്ഞ് ജനങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരൻ പിന്നെ അവിടെ കൊണ്ടൊരു സ്ഥാപീരം അങ്ങോട്ട് സ്ഥാപിച്ചു. കുരിശ് ഒരു 15 അടിയോളമൊക്കെ പൊക്കമുള്ള ഒരു കുരിശ് കൊണ്ട് അങ്ങോട്ട് സ്ഥാപിച്ചു. കുരിശ് കൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും തൊടത്തില്ലല്ലോ. അതായത് ഒരു മതത്തിൻ്റെ ചിഹ്നമാണല്ലോ. ആ ചിഹ്നം കൊണ്ട് സ്ഥാപിച്ചിട്ട് അത് വെച്ച് നല്ല രീതിയിൽ തട്ടിപ്പ് അങ്ങോട്ട് നടത്താമെന്ന് വിചാരിച്ച നമ്മുടെ സജിത്ത് പുള്ളിക്ക് അങ്ങ് തെറ്റിപ്പോയി. ഇതുപോലെ ജനങ്ങളെ പറ്റിച്ച് യേശുവിൻ്റെ പേരും പറഞ്ഞ് ജനങ്ങളെ ചതിച്ച് വഞ്ചിച്ച് ഉണ്ടാക്കിയ കാശിൽ അവൻ കെട്ടിപ്പുലർത്തിയ അവൻ്റെ ഈ ഒരു സ്ഥാപനം, അതായത് റിസോർട്ട്, ഇത് റവന്യൂ വകുപ്പ് വീണ്ടെടുത്തു. ഇതിനെതിരെ ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ ഇറങ്ങിത്തിരിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ഫലം കണ്ടത്. ഇല്ല എങ്കിൽ ഇവൻ അത്രയും ഭൂമി കയ്യെഴുതിയിട്ട് ഇവൻ അവിടെ റിസോർട്ടും കെട്ടി ഇവൻ അടിപൊളിയായിട്ടിരുന്നേനെ. പിന്നെ ഈ റവന്യൂ വകുപ്പ് ഈ പറയുന്നുണ്ടല്ലോ, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പരിപാടി നടക്കരുത്, ഇവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കരുതെന്ന് പറഞ്ഞപ്പോഴാണ് ഈ കുരിശ് വന്ന് അവിടെ സ്ഥാപിച്ചതും. വെള്ളിയാഴ്ചയാണ് കുരിശ് സ്ഥാപിച്ച് കഴിഞ്ഞതും. ഇപ്പോൾ ആ കുരിശ് അവിടെ നിന്ന് പൊളിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ആ വാർത്ത ഒന്ന് കേട്ട് നോക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ സജിത്ത് ചേട്ടനെ കുറിച്ച് കൂടുതലായിട്ട് പറയാം കേട്ടോ. അളകന്ത നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇവിടെ നിന്നിരുന്ന ഏതാണ്ട് 20 അടിയിലധികം ഉയരമുള്ള ഒരു ഭീമൻ കുരിശാണ് സ്ഥാപിച്ചിരുന്നത്. ഈ കുരിശ് അതിൻ്റെ ചുവട് ഭാഗം മുറിച്ച ശേഷം താഴേക്ക് മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഓരോ കഷ്ണങ്ങളാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു കുരിശ് ഇവിടെ സ്ഥാപിച്ചതും കയ്യേറ്റ ഭൂമി സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരത്തിൽ കുരിശ് സ്ഥാപിച്ച വാർത്ത നമ്മൾ പുറത്തുവിടുന്നത്. ഇതേ തുടർന്നാണ് ജില്ലാ കളക്ടർ പ്രശ്നത്തിൽ ഇടപെടുകയും ശക്തമായ നടപടി സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. അതേ തുടർന്ന് ജില്ലാ കളക്ടർ റവന്യൂ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ഈ യോഗത്തിൽ ഇത് സംബന്ധിച്ച് കൃത്യമായി കാര്യങ്ങൾ കളക്ടർ ആരായുകയും ചെയ്തിരുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണിച്ചിരുന്നതാണ്. 28-ാം തീയതി നമ്മൾ ഈ സ്ഥലത്ത് എത്തുമ്പോൾ ഈ കുരിശിന്റെ താഴത്തെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് പണിതിരുന്നത്. അതിനുശേഷം 2-ാം തീയതി ഇവിടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കെല്ലാം സ്റ്റോപ്പ് മെമ്മോ നൽകണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. ഇതനുസരിച്ച് ഈ സജിത്ത് ജോസഫിനും സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ ഈ സ്റ്റോപ്പ് മെമ്മോ അവഗണിച്ച് ഈ കുരിശിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയായിരുന്നു. വെള്ളിയാഴ്ചയോടുകൂടിയാണ് കുരിശിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇത്രയും നിർമ്മാണം നടന്നിട്ടും ഉദ്യോഗസ്ഥർ കാര്യമായി ശ്രദ്ധിച്ചില്ല എന്നുള്ളതും ഒരു പരാതി ഉയർന്നിരുന്നു. എന്തായാലും ഇന്ന് ദൃശ്യങ്ങൾ നമ്മൾ സംപ്രേഷണം ചെയ്തതോടുകൂടി കുരിശ് പൊളിച്ചു നീക്കാനായിട്ട് ജില്ലാ കളക്ടർ ഉത്തരവിടുകയും പീരുമേട് എല്ലാ തഹസീൽദാരുടെ നേതൃത്വ സംഘം എത്തി ഇപ്പോൾ കുരിശ് പൊളിച്ചു നീക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടൊപ്പം ഈ പ്രദേശത്ത് തന്നെ സജിത്ത് ജോസഫ് 5 വൻകിട കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഈ 5 വൻകിട കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് സർക്കാർ ഭൂമിയിലാണെന്ന് ഹൈക്കോടതി നിയോഗിച്ച പ്രത്യേക സംഘം തന്നെ കണ്ടെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തിന്റെ പട്ടയം ഉൾപ്പെടെയുള്ള പരിശോധനകൾ വരും ദിവസങ്ങളിൽ നടക്കും. ഇതിനുവേണ്ടി ഒരു 15-അംഗ സംഘത്തെ ജില്ലാ കളക്ടർ കഴിഞ്ഞ ദിവസം നിയോഗിച്ചിരുന്നു. അവരുടെ പരിശോധനകൾ നടക്കും. ഈ പരിശോധനകൾക്ക് ശേഷം കയ്യേറ്റ ഭൂമിയിലാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ ഇത് ഏറ്റെടുക്കുന്നതിനോ അല്ലെങ്കിൽ പൊളിക്കുന്നതിനോ വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ഇവിടെ പിന്നെയും സജിത്ത് വലിയ കെട്ടിടങ്ങളൊക്കെ അങ്ങോട്ട് പൊക്കിയിട്ട് കാശുണ്ടാക്കാനുള്ള വകുപ്പ് നോക്കിയതാണ്. കാരണം ആത്മീയം വിറ്റു കാശുണ്ടാക്കി ജനങ്ങളെ പിഴിഞ്ഞ് ആ പൈസ കൊണ്ട് ഇവിടെ കൊണ്ടിട്ട് അങ്ങനെ പിന്നെയും പിഴിയാനുള്ള ഒരു പരിപാടിയൊക്കെ നോക്കിയതാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്, റവന്യൂ വകുപ്പ് ആ സംഭവം അങ്ങ് പൊക്കി. റവന്യൂ വകുപ്പ് ഒന്നുമല്ല കേട്ടോ, അവർക്ക് പൈച്ചാഞ്ചിക്കിലിയൊക്കെ കൊടുത്തിട്ട് അവരെ വശത്തിലാക്കി. ഇല്ല എങ്കിൽ ഇവിടെ അനധികൃത ഭൂമിയിൽ പണി നടക്കരുതെന്ന് പറഞ്ഞെടുത്ത് എങ്ങനെ വന്നു പെട്ടെന്നൊരു കുരിശ്? അതും പറഞ്ഞ് സ്റ്റേമമോ കിടക്കുന്ന ഒരു സ്ഥലത്താണ് കുരിശ് വന്നത്. അപ്പോൾ കാശ് അങ്ങോട്ടൊക്കെ ഒന്ന് എറിഞ്ഞ് നോക്കിയിട്ടുണ്ട്. പക്ഷേ അവിടെ സമരം ചെയ്തവർ അത് നല്ല രീതിയിൽ തന്നെ അതിനെ അങ്ങ് പൊളിച്ചടുക്കി എന്ന് തന്നെ പറയാം. ഒടുവിൽ കുരിശ് നാട്ടി രക്ഷപ്പെടാൻ നോക്കിയവന് കുരിശായി മാറി എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് എടുത്തു പറയേണ്ട കാര്യം. ഈ സജിത്ത് മുമ്പ് വേറെ സഭകളിലൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് യേശുവിനെ പ്രസംഗിച്ച് രോഗശാന്തിയും ഇവൻ്റെയൊക്കെ രോഗശാന്തിയൊക്കെ കാണണം. വല്ലാത്ത രോഗശാന്തിയാണ്. അപ്പോൾ എഴുന്നേറ്റ് ഓടും ജനങ്ങൾ. അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇങ്ങനത്തെ കള്ളം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരുന്നവൻ പിന്നെ അത് കഴിഞ്ഞ് കത്തോലിക്ക സഭയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇവൻ ഈശോയെ പ്രസംഗിക്കാൻ തുടങ്ങി. അവിടെ ഇവൻ അത്ഭുത കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് ചെയ്ത് ഇവൻ അങ്ങ് മേഞ്ഞ് കയറി വന്നതാണ്.
പക്ഷെ എന്ത് ചെയ്യാനാ, ഇപ്പോൾ അവൻ്റെ അധോഗതി ആയി എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട കാര്യം. ഇവൻ കുരിശ് നാട്ടിയിട്ട് വിശ്വാസികളെ കൊണ്ടുവന്നിട്ട് അവരുടെ ഒരു വിശ്വാസത്തിനൊരു ഇതാവുമല്ലോ. കാരണം ഒരു കുരിശൊക്കെ തകർക്കൂ എന്നൊക്കെ പറയുമ്പോഴത്തേന് വിശ്വാസികൾക്ക് അപ്പോൾ അങ്ങ് ഇളകത്തില്ലേ? ആ ഇളക്കം ഒന്ന് വരുമെന്ന് വിചാരിച്ച് അവൻ നാട്ടിയതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ആരും ഇളകാനായിട്ട് പോയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ളത്. ഇപ്പോഴിതാ ഈ പറയുന്ന സജിത്തിനെതിരെ, ഈ സജിത് ബ്രദർ എന്ന് പറയുന്ന സജിത് ജോസഫിനെതിരെ കേസ് എടുത്തിരിക്കുകയാണ്. നല്ല കാര്യം. എന്തായാലും നിങ്ങൾ ആ വാർത്ത ഒന്ന് കേട്ടു നോക്കി. പരുന്തുംപാറയിൽ നേരത്തെ നിരോധനാജ്ഞ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു. ആ നിരോധനാജ്ഞ ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ പരുന്തുംപാറയിൽ സജിത് ജോസഫ് നടത്തി എന്നതാണ് റവന്യൂ വകുപ്പിന്റെ പരാതി. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വണ്ടിപ്പെരിയാർ പോലീസ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ലംഘിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ എന്നതാണ്. ആ നിർമ്മാണ പ്രവൃത്തി എന്നത് കുരിശാണ്. കുരിശ് അവിടെ സ്ഥാപിച്ചിരുന്നു. ആ കുരിശ് അവിടെ നിന്ന് ഇന്നലെ രാത്രി പൊളിച്ചു നീക്കിയ ശേഷമാണ് റവന്യൂ അധികൃതർ, അതായത് പീരുമേട് LR തഹസിൽദാർ വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരായി പരാതി നൽകുകയും മൊഴി നൽകുകയും ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആദ്യത്തെ FIR വന്നിരിക്കുന്നത്. പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാതൃഭൂമി ന്യൂസ് ഫെബ്രുവരി അവസാന വാരമാണ് പുറത്തുവിട്ടത്. അതിനുശേഷമുള്ള ആദ്യത്തെ ക്രിമിനൽ കേസാണ് ഇപ്പോൾ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റവന്യൂ വകുപ്പ് ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാത്തത് എന്ത് എന്നതായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കുരിശ് വന്നപ്പോൾ അത് റവന്യൂ വകുപ്പിന് വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ്. കാരണം മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത പുറത്തുവിടുമ്പോൾ അവിടെ കുരിശുണ്ടായിരുന്നില്ല. SITയുടെ പരിശോധന നടക്കുമ്പോൾ അവിടെ കുരിശുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ സ്റ്റോപ്പ് മെമ്മോ നൽകി നിരോധനാജ്ഞ പ്രഖ്യാപിച്ച ശേഷമാണ് ആ നിർമ്മാണ പ്രവൃത്തി അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ അടിയന്തരമായി വന്ന് ആ കുരിശ് പൊളിച്ചു നീക്കി മാനം രക്ഷിക്കാൻ റവന്യൂ വകുപ്പ് തീരുമാനിച്ചത്. ആ നടപടിക്ക് പിന്നാലെ സജിത് ജോസഫിനെതിരെ ക്രിമിനൽ കേസ് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി തുടർ നടപടികളിലേക്ക് സ്വാഭാവികമായും റവന്യൂ വകുപ്പിന് പോകേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ടുള്ള സർവേ, റവന്യൂ രേഖകളുടെ പരിശോധനകളാണ് ഇനി നടക്കാനിരിക്കുന്നത്. അതിനുശേഷം ഭൂസംരക്ഷണ നിയമപ്രകാരമുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ റവന്യൂ വകുപ്പ് പറയുന്നത്. എന്തായാലും 10 മാസം മുൻപ് തന്നെ താലൂക്ക് സഭ ഇവിടുത്തെ കയ്യേറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം, ക്രിമിനൽ കേസെടുക്കണമെന്ന ആവശ്യം റവന്യൂ വകുപ്പിന് മുന്നിൽ വെച്ചിരുന്നതാണ്. പക്ഷേ അപ്പോഴൊന്നും ശക്തമായ ഒരു നടപടിയിലേക്കും റവന്യൂ വകുപ്പ് പോയിരുന്നില്ല. ഇന്ന് മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം കൂടിയുണ്ട്. ഹൈക്കോടതി പരുന്തുംപാറ റിപ്പോർട്ട് പരിഗണിക്കുകയാണ്. അതായത് അങ്ങനെ കുരിശു പൊക്കി ജനങ്ങളെയും പറ്റിക്കാം, അതോടൊപ്പം തന്നെ സർക്കാരിനെയും പറ്റിക്കാം, മറ്റുള്ളവരെ എല്ലാവരെയും പറ്റിച്ച് അങ്ങ് അന്നം കഴിക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന സജിത് ജോസഫിന് തെറ്റിപ്പോയി. അവനക്കെതിരെ ഇപ്പോൾ കേസുണ്ട്. ഇവൻ ആത്മീയത നടിച്ചുകൊണ്ട് പാവം പിടിച്ച വിശ്വാസികളെ പറ്റിക്കുകയായിരുന്നു ഇത്രയും നാളും. ഇവൻ യേശുവിൻ്റെ പേരും പറഞ്ഞുകൊണ്ടാണ് ഇവൻ്റെ പറ്റീര് മൊത്തം. ഇവൻ പറയുന്ന പ്രകാരം യേശു അവിടുന്ന് വന്നിട്ട് എല്ലാവർക്കും അങ്ങ് സൗഖ്യം കൊടുക്കണം. കാരണം ഇവൻ വിളിച്ചു വരുത്തുന്ന പാവക്കുട്ടിയല്ലേ യേശു. ഇവനെ പോലെയുള്ള ആത്മീയത്തെ കച്ചവടം ചെയ്യുന്ന പരമനാറുകൾക്കെതിരെ കേസെടുക്കണം. ഇത് മാത്രവുമല്ല, വിശ്വാസികളെ പറ്റിക്കുന്നതിനെതിരെയും കേസെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുപോലെ അനധികൃത ഭൂമിയിൽ 3.31 ഏക്കർ സ്ഥലത്ത് ഇങ്ങനെയൊരു വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി റിസോർട്ട് രീതിയിലൊക്കെ പണിതിട്ടിട്ട് അത് പിടിക്കുമെന്നായപ്പോഴത്തേന് ഉടനെ ധ്യാനമന്ദിരം, അത് കഴിഞ്ഞിട്ടൊരു കുരിശ്, അത് വിശ്വാസികളെ ഇളക്കി വിടാൻ വേണ്ടി ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ഒക്കെ നടത്തി നോക്കിയത്. പക്ഷെങ്കിൽ ചിറ്റിപ്പോയി. ഇനി സജിത് ജോസഫേ, നിനക്ക് സമാധാനമായല്ലോ? അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് നിയമങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.